ഡിയർ സ്റ്റുഡൻസ്, എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നല്ലോ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം പഠിച്ചത് ഒരു ചാർജ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിലൂടെ മൂവ് ചെയ്യുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്, അതുപോലെ തന്നെ ടോട്ടൽ ലോറൻസ് ഫോഴ്സ്, അതിൻ്റെ ഫീച്ചേഴ്സ്, മോഷൻ ഓഫ് ചാർജ് പാർട്ടിക്കിൾ ഇൻ എ കമ്പൈൻഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്നിവയെക്കുറിച്ചൊക്കെയാണ്. ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് ചാർജ് പാർട്ടിക്കിളിനെ ഒരു ഹൈ എനർജിയിലേക്ക് ആക്സിലറേറ്റ് ചെയ്യാം. അതിനായി നാം യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് സൈക്ലോട്രോൺ. അപ്പോൾ ഇന്ന് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്ലോട്രോണിനെ കുറിച്ചാണ്. ഓക്കെ, സോ സൈക്ലോട്രോൺ ഇസ് എ ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു ആക്സിലറേറ്റ് ചാർജ് പാർട്ടിക്കിൾ ഇൻടു ഹൈ എനർജി ഓൺ ദ ബേസിസ് ഓഫ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഉപയോഗിച്ച് ചാർജ് പാർട്ടിക്കിളിനെ ഒരു ഹൈ എനർജിയിലേക്ക് ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾ ആക്സിലറേറ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. പാർട്ടിക്കിൾ ആക്സിലറേറ്റർ എന്ന ഡിവൈസ് ആണ് സൈക്ലോട്രോൺ. അപ്പോൾ ഇനി അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ, കൺസ്ട്രക്ഷൻ, വർക്കിംഗ് ആൻഡ് തിയറി എന്നിവയെക്കുറിച്ചാണ് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സൈക്ലോട്രോൺ കൺസിസ്റ്റ് ഓഫ് ടു സെമി-സർക്കുലർ മെറ്റാലിക് D-shaped ഫ്ലാറ്റ് സിലിണ്ടേഴ്സ്. ഇപ്പോൾ ഡി ഷേപ്പിലുള്ള സെമി സർക്കുലർ മെറ്റാലിക് ഫ്ലാറ്റ് സിലിണ്ടേഴ്സ്, ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ട്. ഇതിന് ഡി ഷേപ്പാണ് അല്ലേ? ഡി ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഡീസ് ആണ്. ഓക്കെ, അപ്പം സെമി സർക്കുലർ ആകൃതിയിലുള്ള ഡി ഷേപ്പിലുള്ള രണ്ട് ഫ്ലാറ്റ് മെറ്റൽ സിലിണ്ടേഴ്സ്, ഇതാണ് സൈക്ലോട്രോണിന്റെ ഒരു പ്രധാന ഭാഗം. ഓക്കെ, ഇത് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഡീസ് ആണ്. ഡി ഷേപ്പ് ഉള്ളത് കൊണ്ട് നമ്മൾ അതിനെ ഡീസ് എന്ന് വിളിക്കുന്നു. ഇതിൽ ഒരു സിലിണ്ടറിനെ ഞാൻ D1 എന്ന് നെയിം ചെയ്യാൻ പോകുന്നു, മറ്റൊന്നിനെ D2 എന്ന് വിളിക്കും. അപ്പൊ നമുക്ക് വി ഹാവ് ടു ഡീസ് ഹിയർ, D1 ആൻഡ് D2. ഇനി നമുക്ക് ചാർജ് പാർട്ടിക്കിൾ വേണം അല്ലെ? ചാർജ് പാർട്ടിക്കിളിനെയാണ് നമ്മൾ ഹൈ എനർജിയിലേക്ക് ആക്സിലറേറ്റ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, നാം പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിളിനെയാണ് ആക്സിലറേറ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമുക്കൊരു ചാർജ് പാർട്ടിക്കിൾ വേണം. അപ്പം ഈ രണ്ട് ഡീസിന്റെ ഡയമെട്രിക്കൽ എഡ്ജ് പാരലൽ ആണ്. ഓക്കെ, പരസ്പരം ഫേസ് ചെയ്തിരിക്കുകയാണ്. ക്ലിയർ? ആൻഡ് ദർ ഇസ് എ സെപ്പറേഷൻ ഇൻ ബിറ്റ്വീൻ ദ ഡീസ്. ആ രണ്ട് ഡീസിനിടയിൽ ചെറിയ സെപ്പറേഷൻ നാം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിലാണ് നാം ചാർജ് പാർട്ടിക്കിളിനെ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഏത് തരം ചാർജ് ആയിരിക്കണം? അതെ, പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആയിരിക്കണം. അപ്പോൾ പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സോഴ്സ്, നോർമലി നാം യൂസ് ചെയ്യുന്നത് ഹെവി ഹൈഡ്രജൻ സോഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഹെവി ഹൈഡ്രജൻ സോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന പോസിറ്റീവ് അയോൺ നാം ഈ രണ്ട് ഡിയുടെയും ഇടയിലായി പ്ലേസ് ചെയ്യും. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം, ചിലപ്പോൾ ഇതിന്റെ വർക്കിങ്ങിന്റെ സമയത്ത് എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം നാം നോർമലി എന്താ ചെയ്യേണ്ടത്? ഇത്തരം അറേഞ്ച്മെന്റ് എല്ലാം നാം ഈ സൈക്ലോട്രോൺ ഡിവൈസിന്റെ ഹോൾ അറേഞ്ച്മെന്റ് ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് ആൻ ഇവാക്യുവേറ്റഡ് മെറ്റാലിക് ഇൻസുലേറ്റഡ് ചേമ്പർ. അപ്പം ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇവാക്യുവേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു മെറ്റാലിക് ചേമ്പറിന്റെ ഉള്ളിൽ ആണ് നാം ഈ ഹോൾ അറേഞ്ച്മെന്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നാം പഠിച്ചു, നമുക്ക് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന്റെ തിയറി ബേസ് ചെയ്തിട്ടാണ് സൈക്ലോട്രോൺ വർക്ക് ചെയ്യേണ്ടത്. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ചാർജ് പാർട്ടിക്കിളിന് അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് വേണം? ഒരു മാഗ്നറ്റിക് ഫീൽഡ് സെറ്റപ്പ് ചെയ്യണമല്ലോ. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ അറേഞ്ച്മെന്റ് വെച്ചിരിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള, അതായത് പവർഫുൾ മാഗ്നറ്റിന്റെ രണ്ട് ഡിഫറൻറ്റ് നോർത്ത് സൗത്ത് പോൾ പീസസിന്റെ ഇടയിലാണ്. സോ ദ ഹോൾ അറേഞ്ച്മെന്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ ദ പോൾ പീസസ് ഓഫ് എ പവർഫുൾ ഇലക്ട്രോമാഗ്നറ്റ്. ഓക്കെ, അപ്പം ഈ അറേഞ്ച്മെന്റ് ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ് ഇരിക്കുന്നത്. ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ ഫ്ലാറ്റ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ അത് ഒന്ന് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ കാണിക്കുകയാണെങ്കിൽ നാം കാണിക്കുന്നത് ഇങ്ങനെയാണ്.
ഇതിന്റെ അർത്ഥം എന്താണ്? നാം പഠിച്ചു, മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ. ഈ പേപ്പറിന്റെ പുറത്തേക്ക് വരുന്നതായി, അതായത് ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അപ്പൊ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണ് അത്. ഓക്കെ, അപ്പം ഇവിടെ ഡി ഷേപ്പിലുള്ള ഈ ഡീസ്, നമ്മുടെ മെറ്റാലിക് സിലിണ്ടേഴ്സ്, ഒരു പവർഫുൾ ഇലക്ട്രോ മാഗ്നറ്റിന്റെ ഇടയിലാണ്, അതായത് ഒരു യൂണിഫോം പവർഫുൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇടയിലാണ് നമ്മുടെ ഈ ഡീസ് രണ്ട് ഇരിക്കുന്നത്. ആ ഡിയുടെ ഇടയിലുള്ള സ്പേസിൽ നമ്മുടെ ചാർജ് പാർട്ടിക്കിളും ഉണ്ട്. ഓക്കെ, ഇനി നമുക്കറിയാം ഈ ചാർജ് പാർട്ടിക്കിൾ ഒന്ന് ആക്സിലറേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ ഇതിനിടയിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് നാം ക്രിയേറ്റ് ചെയ്തേ പറ്റും. ഓക്കെ, അപ്പൊ അതിനായി the Ds are connected to a high frequency AC voltage. ഈ രണ്ട് ഡീസിനും ഇടയിലായി നാം ഒരു ഹൈ ഫ്രീക്വൻസി AC വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഹൈ ഫ്രീക്വൻസി AC വോൾട്ടേജിന്റെ പ്രത്യേകത എന്തായിരിക്കാം? നമുക്കറിയാം, ഓരോ ഹാഫ് സൈക്കിളിലും അതിന്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ഈ രണ്ട് D1 D2 നമ്മളൊരു ഹൈ ഫ്രീക്വൻസി ACയുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ there is an electric field in between the Ds. ഈ ഇലക്ട്രിക് ഫീൽഡ് Dsന്റെ ഇടയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. പക്ഷേ there is no electric field inside the D. ഡിയുടെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് നാം ഇതിനു മുമ്പ് പഠിച്ചതാണ്. ഓക്കെ, സോ there is no electric field inside the metallic container. ആ ഡീസിന്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത് എവിടെയാണ്? ഈ രണ്ട് സ്പേസ്, അതായത് ഈ രണ്ട് ഡീസിന്റെയും ഇടയിലുള്ള സ്പേസിംഗിൽ മാത്രമേ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളൂ. ഓക്കെ, സോ ദ ചാർജ് പാർട്ടിക്കിൾ ഈസ് അണ്ടർ എ കമ്പൈൻഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഓൾറെഡി നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡീസ് ഒരു ഇലക്ട്രിക് ഫീൽഡ് സോഴ്സുമായി നാം കണക്ട് ചെയ്തിട്ടുണ്ട്. സോ this particle which is to be accelerated is under a combined electric and magnetic field. Okay, ഇനി എന്താണ് സംഭവിക്കുക? ഇവിടെ D1 and D2 are connected to a AC source. Okay, അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ D1 നെഗറ്റീവ് ആണ് എങ്കിൽ D2 ഏതായിരിക്കും? പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പം AC അതിന്റെ ഫസ്റ്റ് ഹാഫ് സൈക്കിൾ നാം കൺസിഡർ ചെയ്യുവാണെങ്കിൽ D2 പോസിറ്റീവ് ആണെങ്കിൽ D1 നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നോർമലി ഇത് പോസിറ്റീവ്ലി ചാർജ് അയോൺ ആണ്. ഈ അയോൺ ഒരു ഇലക്ട്രിക് ഫീൽഡിലാണ് അതിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ആക്സിലറേറ്റഡ് ആൻഡ് എൻറ്റേഴ്സ് ദ D1. ഓക്കെ, അപ്പോൾ ഇത് നെഗറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണ്. നോർമലി അത് D1 എന്ന ഈ ഡിയിൽ അട്രാക്ട് ചെയ്യപ്പെട്ടുകൊണ്ട് D1 ഉള്ളിലേക്ക് പ്രവേശിക്കും. സോ ദ ചാർജ് പാർട്ടിക്കിൾ എൻറ്റേഴ്സ് ഇൻസൈഡ് ദ D1 ഉള്ളിൽ പ്രവേശിച്ചു. ചാർജ് പാർട്ടിക്കിൾ ഈ ഡിയുടെ ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞു. then it moves in a circular path. ഒരു സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യും. അപ്പോൾ ഡിയുടെ ഉള്ളിൽ അതൊരു സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യും. കാരണം എന്താണ്? ഈ പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ്, ഇങ്ങോട്ടേക്ക്. അപ്പം എന്തുകൊണ്ടാണ് അത് D1ലേക്ക് തന്നെ മൂവ് ചെയ്തത്? അതെ, ഇതൊരു പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിളാണ്. നമ്മളിപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്ന AC സോഴ്സിന്റെ പൊളാരിറ്റി വെച്ച് ഇപ്പോൾ D1 എന്ന D നെഗറ്റീവും D2 പോസിറ്റീവുമാണ്. ഈ പോസിറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾ D1ന്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്നു. അത് മൂവ് ചെയ്യുന്നത് ഈ ഡിറക്ഷനിലാണ്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ ഡിറക്ഷനിലാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ചാർജ് എൻ്റർ ചെയ്യുന്നതുകൊണ്ട് അത് D1ൽ എൻ്റർ ചെയ്ത ഉടനെ തന്നെ അതിനൊരു സർക്കുലർ പാത്ത് കൈവരിക്കപ്പെടും. വിത്ത് എ റേഡിയസ് R is equal to mv by qb. നാം ഇതിനു മുമ്പ് പഠിച്ചിരുന്നു v by r is equal to qb by m. ഇതിനെയാണ് നാം സൈക്ലോട്രോൺ ഫ്രീക്വൻസി അല്ലെ ഒമേഗ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ D1 എന്ന ഡിയുടെ ഉള്ളിൽ ഈ ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് ഒരു സർക്കുലർ പാത്തിലൂടെ ആയിരിക്കും. അതിന്റെ റേഡിയസ് എന്താണ്? mv by qb. അപ്പം ഈ ചാർജ് പാർട്ടിക്കിൾ ഡിയുടെ ഉള്ളിൽ ഈ D1 എന്ന ഡിയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതൊരു സെമി സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യും വിത്ത് എ വെലോസിറ്റി v വെലോസിറ്റിയിലാണ് അത് അതിൻ്റെ ഉള്ളിലൂടെ മൂവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ അതൊരു സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യും.
ആ സർക്കുലർ പാത്തിന്റെ റേഡിയസ് എന്തായിരിക്കും? mv by qb ആയിരിക്കും. ഓക്കെ, by the time the charge particle covers a half circle, the electric field in between the d's get reversed. അപ്പോൾ ചാർജ് പാർട്ടിക്കിൾ ഈ ഫസ്റ്റ് d1ന്റെ ഉള്ളിൽ ഒരു ഹാഫ് സർക്കിൾ കംപ്ലീറ്റ് ചെയ്ത സമയത്ത് നമ്മുടെ എ സിയുടെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യും. d1 പോസിറ്റീവായി d2 നെഗറ്റീവായി. അപ്പോൾ എന്ത് സംഭവിക്കും? The charge particle is again accelerated. അത് വീണ്ടും ഈ ഒരു ഹാഫ് സർക്കിൾ കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ എത്തുമ്പോഴത്തേക്കും ഇതിന്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യുന്നു. ഈ d2 ഇപ്പോൾ നെഗറ്റീവ് ആണ്, d1 പോസിറ്റീവായി. അപ്പോൾ ചാർജ് പാർട്ടിക്കിൾ വീണ്ടും ആ ഇലക്ട്രിക് ഫീൽഡിലേക്ക് പ്രവേശിക്കുകയും അത് കൂടുതൽ ആക്സിലറേറ്റ് ചെയ്യപ്പെടുകയും it is again accelerated and enters d2 with a greater velocity. ശ്രദ്ധിക്കുക, ഓരോ തവണ ചാർജ് പാർട്ടിക്കിൾ ഒരു ഡിയുടെ ഉള്ളിൽ ഒരു ഹാഫ് സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മൾ ഈ എ സി ഓസിലേറ്റർ അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന്റെ പൊളാരിറ്റി ഗെറ്റ്സ് റിവേഴ്സ്ഡ്. അപ്പോൾ ഇപ്പോൾ d1 പോസിറ്റീവ് ആണ്, d2 നെഗറ്റീവ് ആയി. സോ ദ ചാർജ് പാർട്ടിക്കിൾ is again accelerated and enters the other d2 with a greater velocity. ഒന്നും കൂടി ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ട് ഇവിടെ മൂവ് ചെയ്ത വെലോസിറ്റിയേക്കാൾ കുറച്ചുകൂടിയ വെലോസിറ്റിയിലാണ് അതിനി മൂവ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നോർമലി എന്ത് സംഭവിക്കും? വെലോസിറ്റി കൂടുമ്പോൾ അതിന്റെ റേഡിയസ് കൂടും അല്ലെ? അപ്പം ആദ്യം മൂവ് ചെയ്ത സെമി സർക്കുലർ പാത്തിലെയാണോ ഇനി ഇത് മൂവ് ചെയ്യാൻ പോകുന്നത്? അല്ല, അതിനേക്കാൾ കുറച്ചുകൂടി റേഡിയസ് അത് കിട്ടും. സോ ഇറ്റ് വിൽ മൂവ് എ ലാർജർ റേഡിയസ്. ഓക്കെ ഓക്കെ ആൻഡ് by the time it completes one more half circle, the electric field get reversed. Now d1 become negative and d2 become positive. The charge particle is again accelerated and enters the d1 with a high velocity. വീണ്ടും അത് ഈ രണ്ട് ഡിയുടെ ഇടയിലുള്ള സ്പേസ് ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും ആക്സിലറേറ്റ് ചെയ്യപ്പെടുകയും കൂടുതൽ വെലോസിറ്റിയിൽ അത് d1ലേക്ക് എൻ്റർ ചെയ്യുകയും ചെയ്യും. So it will move a circular path of larger radius. വീണ്ടും ഇത് ഇവിടെ എത്തുമ്പോഴത്തേക്കും പൊളാരിറ്റി ചേഞ്ച് ചെയ്യുന്നു, ഇതിൻ്റെ ഉള്ളിൽ മൂവ് ചെയ്യും. And the process is repeated. Okay, the charge particle will move higher velocities. Okay, അപ്പോൾ അവസാനം അത് ഈ ഡീസിന്റെ റേഡിയസിന് ഏകദേശം ഈക്വൽ റേഡിയസ് എത്തുമ്പോഴത്തേക്കും അതൊരു ഹൈ എനർജിയിലായിരിക്കില്ലേ മൂവ് ചെയ്യുന്നത്. അതിന് റേഡിയസ് കൂടാന്ന് പറയുമ്പോഴത്തേക്കും പാർട്ടിക്കിളിന്റെ വെലോസിറ്റി അത് ഈ ഡിയുടെ ഇടയിലുള്ള സ്പേസ് ക്രോസ് ചെയ്യുമ്പോൾ കൂടുതൽ ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ട് ചാർജ് പാർട്ടിക്കിൾ കൂടുതൽ വെലോസിറ്റിയിലാണ് അത് ഓരോ സമയത്ത് ഡിയിൽ എൻ്റർ ചെയ്യുമ്പോഴും മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരു ഗ്രേറ്റർ ഒരു സർക്കുലർ പാത്ത്, അതായത് ഗ്രേറ്റർ റേഡിയസ് കൈവരിക്കുന്നതുകൊണ്ട് അത് കൂടുതൽ സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുകയും അപ്പോൾ ഈ ഡിയുടെ റേഡിയസിന് ഏകദേശം ഈക്വൽ റേഡിയസ് എത്തുമ്പോഴത്തേക്കും അത് കൈവരിച്ചിരിക്കുന്നത് ഒരു മാക്സിമം വെലോസിറ്റി ആയിരിക്കില്ലേ. മാക്സിമം വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആ ചാർജ് പാർട്ടിക്കിളിന്റെ എനർജി എന്ന് പറയുന്നത് ഒരു ഹൈ എനർജി ആയിരിക്കും. ഓക്കെ, സോ ദ ചാർജ് പാർട്ടിക്കിൾ വിൽ കം ഔട്ട് ഓഫ് എ ഹോൾ അറ്റ് ദ പെരിഫറി ഓഫ് ദ ഡി വിത്ത് ഹൈ വെലോസിറ്റി ആൻഡ് ഓൾസോ വിത്ത് ഹൈ എനർജി. ഈ ചാർജ് പാർട്ടിക്കിളിന് പുറത്തേക്ക് വരാൻ വേണ്ടി ഈ ഡിയുടെ പെരിഫറിയിൽ നമ്മളൊരു ഹോൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അതിലൂടെ പുറത്തേക്ക് വരുന്ന ഈ ചാർജ് പാർട്ടിക്കിൾ അതിനൊരു ഹൈ വെലോസിറ്റി ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൈനറ്റിക് എനർജിയും മാക്സിമം ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളൊരു പാർട്ടിക്കിളിനെ ആക്സിലറേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ എനർജി എന്ന് പറയുന്നത് ഒരു ഹൈ വാല്യൂയിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സൈക്ലോട്രോൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു പാർട്ടിക്കിൾ ആക്സിലറേറ്റർ ആണ്. ഓക്കെ, ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, what is the time period of revolution? ഈ ചാർജ് പാർട്ടിക്കിൾ ഒരു തവണ റിവോൾവ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്താണ്? നാം നേരത്തെ പഠിച്ചതാണ്. the time period of revolution of the charge particle t is equal to 2 pi m divided by qb. What is the cyclotron frequency? Frequency, then the reciprocal qb by 2
pi m. So this is known as the cyclotron frequency. Cyclotron frequency. എന്താണ് cyclotron frequency? So it is the number of revolutions per second of the charge particle inside the cyclotron. ഈ cyclotron device ഈ ചാർജ് പാർട്ടിക്കിൾ ഞാൻ പറഞ്ഞു റെവല്യൂഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടാവുന്ന നമ്പർ ഓഫ് റെവല്യൂഷൻസ് പെർ സെക്കൻഡ് ഇസ് കോൾഡ് ദ cyclotron frequency. Here from this equation we can see that the cyclotron frequency is independent of the velocity of the charge particle inside the d and also the radius of the circular path. ഈ ചാർജ് പാർട്ടിക്കിൾ ഈ ഡിയുടെ ഉള്ളിലൂടെ അത് റിവോൾവ് ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന വെലോസിറ്റിയോ അതുപോലെ തന്നെ ആ പാത്തിന്റെ റേഡിയസിനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സൈക്ലോട്രോൺ ഫ്രീക്വൻസി only depends on the magnetic field, the charge of the particle and the mass of the particle. Alle? That means the cyclotron frequency remains the same throughout the motion. Alle? അപ്പം ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന സൈക്ലോട്രോൺ അതിലൂടെ എൻ്റർ ചെയ്യുന്ന ചാർജ് പാർട്ടിക്കിളിന്റെ ഏത് ചാർജ് പാർട്ടിക്കിൾ ആണോ നാം യൂസ് ചെയ്യുന്നത് അതിന്റെ ചാർജിനെയും മാസിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് the radius of the path and also the velocity of the charge particle. Clear? Cyclotron frequency remains the same. നാം നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. ഓക്കെ. Then ഇനി what is the velocity of the charge particle? ഈ ചാർജ് പാർട്ടിക്കിളിന് ഓരോ തവണ അത് സർക്കുലർ പാത്ത് കവർ ചെയ്യുമ്പോഴും അതിന് പർട്ടിക്കുലർ റേഡിയസ് ഉണ്ടെന്ന് നാം പറഞ്ഞു. അതുപോലെ തന്നെ ആ പാർട്ടിക്കിൾ ഒരു തവണ ഡി അതൊരു സെമി സർക്കുലർ പാത്ത് നടത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഫ്രം ദിസ് ഇക്വേഷൻ what is the velocity? Velocity is equal to q b r divided by m. Okay. ഇനി അത് കൂടുതൽ റേഡിയസിലൂടെയാണ് ഓരോ തവണയും ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. അവസാനം ഈ ഡിയുടെ റേഡിയസിന് ഓൾമോസ്റ്റ് ഈക്വൽ ആകുമ്പോഴത്തേക്കും അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു മാക്സിമം വാല്യൂ ആയിരിക്കും. ഓക്കെ. ദാറ്റ് മീൻസ് ദ വെലോസിറ്റി മാക്സിമം എന്ന് പറയുന്നത് എന്താണ്? ഈ റേഡിയസ് ഏകദേശം ഡിയുടെ റേഡിയസിന് ഈക്വൽ ആവും അല്ലേ? അല്ല, ലാസ്റ്റ് ഈ ഡിയുടെ പെരിഫറിന് അടുത്തുകൂടി ഇത് കടന്നു പോകുമ്പോഴല്ലേ അതിന്റെ മാക്സിമം റേഡിയസ് ആ ഡിയുടെ റേഡിയസിന് ഈക്വൽ ആവുക. ഓക്കെ. സോ ഈ ആർ എന്ന് പറയുന്നത് ഞാൻ ക്യാപിറ്റൽ ആർ കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പോവാണ്. What is this r? This r is equal to the radius of the d. ആ ഡിയുടെ തന്നെ റേഡിയസ് ആണ്. ആ സമയത്ത് ആ ചാർജ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റി മാക്സിമം ആയിരിക്കും. ഓക്കെ. സോ വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി ദെൻ? ഓക്കെ. സോ ദ കൈനറ്റിക് എനർജി മാക്സിമം എന്താണ്? ഹാഫ് എം വി മാക്സിമം സ്ക്വയർ അല്ലേ? മാക്സിമം എനർജിയിലാണ് അത് സൈക്ലോട്രോണിന് വെളിയിൽ വരുന്നതെന്ന് നാം പറയാം. അപ്പൊ എത്രമാത്രം എനർജി അത് അക്വയർ ചെയ്തിട്ടുണ്ടാവാം? ഹാഫ് m v maximum square. v maximum എന്താണ്? നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു. സോ അതിന്റെ സ്ക്വയർ q സ്ക്വയർ b സ്ക്വയർ r സ്ക്വയർ ഡിവൈഡഡ് ബൈ m സ്ക്വയർ. ഓക്കെ. സോ m കട്ട് ചെയ്യും, ഇവിടെ ഒരു m റിമൈൻ ചെയ്യും. ന്യൂമറേറ്റർ q സ്ക്വയർ b സ്ക്വയർ r സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m. സോ ദിസ് ഈസ് ദ മാക്സിമം കൈനറ്റിക് എനർജി. ഇത്രയും കൈനറ്റിക് എനർജിയിലായിരിക്കും സൈക്ലോട്രോണിന് പുറത്തു വരുന്ന ചാർജ് പാർട്ടിക്കിൾ ഉണ്ടാവുന്നത്. ഓക്കെ. അപ്പോൾ ഒരു ചാർജ് പാർട്ടിക്കിൾ സൈക്ലോട്രോണിൽ എൻ്റർ ചെയ്യുന്നു. അത് ഓരോ തവണ ഈ ഡിയുടെ പുറത്ത് എത്തുമ്പോഴത്തേക്കും ഇതിൻ്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യും. അപ്പം ഓരോ തവണ ആ ഡിയുടെ ഇടയിൽ എത്തുമ്പോഴത്തേക്കും അത് കൂടുതൽ ആക്സിലറേറ്റ് ചെയ്യപ്പെടുകയും കൂടുതൽ വെലോസിറ്റിയിൽ ഡിയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് it will have a larger momentum and the larger radius and finally it comes out of the cyclotron with high energy. What is that energy? q square b square r square divided by 2m. That maximum kinetic energy of this charged particle depends only on the charge, the magnetic field, the radius of the cyclotron and the mass of the charge particle. Okay, so if you accelerate a proton, if the potential difference between the D's is 1000 volt
and a proton of charge E undergoes 1000 revolutions inside the cyclotron, the maximum energy of that proton will be 10 raised to 6 electron volt or 1 mega electron. അതായത് നമ്മളൊരു പ്രോട്ടോൺ, ഈ ചാർജ് ഉള്ള പ്രോട്ടോണിന് നമ്മൾ ഡേയ്സിൻ്റെ ഇടയിൽ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 1000 വോൾട്ട് ആണ്. ഈ സൈക്ലോട്രോൺ ഉള്ളിലൂടെ ഈ ചാർജ് പാർട്ടിക്കിൾ 1000 ടൈംസ് റിവോൾവ് ചെയ്തെങ്കിൽ അവിടെ നിന്ന് പുറത്തു വരുന്ന ആ പ്രോട്ടോണിന് അനുഭവപ്പെടുന്ന എനർജി എന്ന് പറയുന്നത് 10 raised to 6 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. അതായത് അതൊരു 1 മെഗാ ഇലക്ട്രോൺ വോൾട്ടിലേക്കായിരിക്കും ആക്സിലറേറ്റ് ചെയ്യപ്പെട്ടത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, then the cyclotron is based on the fact that the time period of revolution is independent of the velocity of the charge particle and also the radius of the trajectory. അപ്പോൾ സൈക്ലോട്രോണിൻ്റെ ഉള്ളിലൂടെ സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുന്ന ആ ചാർജ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റിയോ അത് മൂവ് ചെയ്യപ്പെടുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന സർക്കുലർ പാത്ത് ട്രജക്ടറിയുടെ റേഡിയസിനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ആ ചാർജ് പാർട്ടിക്കിളിന്റെ ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ. ഓക്കെ, and it only depends on the strength of the magnetic field that we provide, the mass of the charged particle and the charge of the particle. Clear? Okay, so cyclotron is a device which is used to accelerate charged particle to a high energy on the basis of magnetic Lorentz force. Okay, the kinetic energy maximum of the charged particle is q square b square r square divided by 2m. The time period of revolution of the charged particle inside the cyclotron is independent of the velocity of the charged particle and also the radius of the trajectory. Clear?